കോൺഗ്രസിന്റെ പൊന്നാവരം കോട്ടയായ എറണാകുളം മണ്ഡലത്തിൽ ഇത്തവണയും വിജയം ഉറപ്പെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ടി.ജെ. വിനോദ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ല. മണ്ഡലത്തിൽ ഇതുവരെ നടപ്പാക്കിയ വികസന പ്രവർത്തനം മുൻനിർത്തിയാണ് പ്രചാരണം. ടീം യു.ഡി.എഫ് സർവ്വസജ്ജമാണെന്നും ടി.ജെ. വിനോദ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എറണാകുളം മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ടി.ജെ. വിനോദ് രാവിലെ തന്നെ പ്രചരണ തിരക്കിലാണ്. എങ്ങനെയാണ് പ്രചരണമൊക്കെ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും എറണാകുളം നിയോജകമണ്ഡലം യു.ഡി.എഫിൻ്റെ ഏറ്റവും ശക്തമായ ഒരു നിയോജകമണ്ഡലമാണ്. ഇവിടെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പാർട്ടി വീണ്ടും എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇന്ന് മുതൽ ആരംഭിച്ചു. ഇന്നലെ മുതൽ ആരംഭിച്ചു. ഇന്നിപ്പോൾ രാവിലെ ഈ വടതലയിൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ ഒരു പ്രദേശമാണ്. അവിടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും വ്യക്തികളെയെല്ലാം കണ്ട് അനുഗ്രഹം വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പ്. ഈ എറണാകുളം മണ്ഡലം എന്ന് പറഞ്ഞാൽ സ്വാഭാവികം കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലമാണ്. ഇതുവരെയും ഇളകാത്തൊരു മണ്ഡലമാണ്. അത് കുറിയും മാറ്റം ഉണ്ടാകില്ല. അങ്ങനെ തന്നെ ഒരു സംശയം വേണ്ട. കോൺഗ്രസിൻ്റെ ഒരു പൊന്നാവരം കോട്ടയാണ് എറണാകുളം നിയോജകമണ്ഡലം. അതിലൊരു മാറ്റം ഉണ്ടാകേണ്ട ഒരു കാര്യവും ഇവിടെയില്ല. ഈ എതിർ സ്ഥാനാർത്ഥികളൊക്കെ കുറച്ച് നേരത്തെ തന്നെ പ്രഖ്യാപനം വന്നതിന് ശേഷം തന്നെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. നമ്മുടെ പ്രചരണവും പ്രഖ്യാപനമൊക്കെ വരാൻ ഇത്തിരി താമസിച്ചു. അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇവിടെ LDF-നേക്കാൾ ഏറ്റവും കൂടുതൽ പ്രചരണം UDF-നാണ്. നിങ്ങളത് കണ്ടാൽ മനസ്സിലാവും. പോസ്റ്ററായാലും മതിലെഴുത്തായാലും മറ്റു കാര്യങ്ങളായാലും ബൂത്ത് കമ്മിറ്റി ആയാലും എല്ലാം വളരെ നേരത്തെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു പ്രിപ്പറേറ്ററി വർക്ക് നടന്നിട്ടുണ്ട്. ഈ ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ ഇപ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നൊരു സാഹചര്യമുണ്ട്. അത് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമെന്ന് തോന്നുന്നുണ്ടോ? അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ പ്രതികരിക്കുന്നില്ല. അതെല്ലാം പാർട്ടി ലീഡർഷിപ്പ് പറയുന്നത്. എറണാകുളം ജില്ല UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ 14 സീറ്റും ജയിക്കാൻ ഉതകുന്ന രാഷ്ട്രീയ സാഹചര്യം ഈ ജില്ലയിലുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താണ് പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് വജ്രായത്? എന്ത് മുൻനിർത്തിയാണ് പ്രചരണം നടക്കുന്നത്? അല്ല, ഞാൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായും അതോടൊപ്പം നഗരത്തിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി വരുന്ന 5 വർഷക്കാലം മുന്നോട്ട് പോകും. ഉറച്ച വിജയപ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായും ഒരു 100% വിജയപ്രതീക്ഷ തന്നെ. ഏതായാലും ഉറച്ച വിജയപ്രതീക്ഷയിൽ തന്നെയാണ് എറണാകുളത്തിന്റെ നിലവിലെ MLA-യും നിലവിലെ സ്ഥാനാർത്ഥിയുമായ ടി.ജെ. വിനോദ് പ്രചരണ രംഗത്ത് സജീവമായി തന്നെയുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ അഫ്സൽ രാജിനൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.